ഇന്നത്തെ ശുഭചിന്തയിലേക്ക് ഏവർക്കും സ്വാഗതം. ഒരു ചെറിയ കഥ കേൾക്കാം. ഒരിക്കൽ ഒരു കാട്ടിൽ ഒരു ആനക്കുട്ടി ഉണ്ടായിരുന്നു. അവന് കൂട്ടുകാർ ആരുമില്ലായിരുന്നു. അവനൊരു കൂട്ടുകാരനെ കണ്ടെത്തുവാൻ വേണ്ടി ആ കാട്ടിലൂടെ ചുറ്റി നടക്കുമ്പോൾ മരക്കൊമ്പിലിരിക്കുന്നൊരു കുരങ്ങനെ കണ്ടു. അവൻ കുരങ്ങനോട് ചോദിച്ചു, "നീ എൻ്റെ ചങ്ങാതിയാകുമോ?" എന്ന്. ഉടനെ കുരങ്ങൻ പറഞ്ഞു, "നിനക്ക് ഊഞ്ഞാലാടാൻ പറ്റില്ല, പിന്നെങ്ങനെയാണ് ഞാൻ നിന്നെ ചങ്ങാതിയാക്കുന്നത്?" അപ്പോൾ ഒരു മുയൽ അതിലെ ഓടിപ്പോകുന്നത് കണ്ട് ആനക്കുട്ടി മുയലിനോട് ചോദിച്ചു, "എന്നെ നിൻ്റെ ചങ്ങാതിയാക്കാമോ എന്ന്?" ഉടൻ മുയൽ പറഞ്ഞു, "ഇത്രയും വലിപ്പമുള്ള നിന്നെ എങ്ങനെയാ ഞാൻ ചങ്ങാതിയാക്കുന്നത്? നീ നിന്നെപ്പോലുള്ള വല്ലവരോട് ചോദിക്കുന്നു." ആനക്കുട്ടി വിഷാദിച്ച് നിൽക്കുമ്പോൾ ഒരു തവള തൻ്റെ മുമ്പിൽ കൂടി ചാടി ചാടി പോകുന്നു. ഉടനെ അതിനോടും ഇതേ ചോദ്യം ആനക്കുട്ടി ചോദിച്ചു. തവള പറഞ്ഞു, "ഇത്രയും ഭാരമുള്ള നിനക്ക് എന്നോടൊപ്പം ചാടാൻ പറ്റുമോ? പിന്നെ എങ്ങനെയാണ് നിന്നെ എൻ്റെ ചങ്ങാതിയാക്കുന്നത്?" ഇത് കേട്ട് ആനക്കുട്ടിക്ക് വളരെ സങ്കടമായി. അവൻ അങ്ങനെ വിഷാദിച്ച് നിൽക്കുമ്പോൾ വലിയൊരു ശബ്ദം കേട്ട് തിരിഞ്ഞു നോക്കി. അപ്പോൾ കാട്ടിലെ കുറേ മൃഗങ്ങളെല്ലാം ഒരുമിച്ച് ഓടിപ്പോകുന്നു. ആനക്കുട്ടി അവരോട് കാര്യം അന്വേഷിച്ചു. അവർ പറഞ്ഞു, "ഒരു കടുവ ഞങ്ങളെ ആക്രമിക്കാൻ വരുന്നെന്ന്." പുറകെ വരുന്ന കടുവയോട് ആനക്കുട്ടി പറഞ്ഞു, "എൻ്റെ സുഹൃത്തുക്കളെ ഉപദ്രവിക്കരുതേ" എന്ന്. പക്ഷേ ആന പറഞ്ഞത് കടുവ തെല്ലും വക വെച്ചില്ല. ആനയ്ക്ക് ദേഷ്യം വന്നു. അത് കടുവയെ തൻ്റെ കാലുകൊണ്ട് തൊഴിച്ച് ദൂരേക്ക് എറിഞ്ഞു കളഞ്ഞു. കടുവ തെറിച്ച് വീണ് അവശനായിപ്പോയി. ഉടനെ മൃഗങ്ങളെല്ലാം കൂടി ആനയോട് നന്ദി പറഞ്ഞു. അവരെല്ലാം അവനെ തങ്ങളുടെ കൂട്ടുകാരനായി അംഗീകരിച്ചു. എന്താണ് ഈ കഥയിൽ നിന്ന് നമുക്ക് പഠിക്കുവാനുള്ളത്? ഒരാളുടെ സൗന്ദര്യ സങ്കല്പങ്ങളും ഇഷ്ടാനിഷ്ടങ്ങളും അനുസരിച്ച് അവരനെ വിലയിരുത്തുന്നവന് അവരുടെ ആത്മാവ് കാണുവാനോ അടിസ്ഥാന സ്വഭാവം മനസ്സിലാക്കാനോ നമുക്ക് കഴിയുകയില്ല. ആദ്യ കാഴ്ചയിൽ നമുക്ക് ആകർഷണം തോന്നാത്തതിനാൽ ഉപേക്ഷിക്കപ്പെട്ടതുകൊണ്ടാണ് അർത്ഥവത്താകേണ്ടിയിരുന്ന പല സമ്പർക്കങ്ങളും നമുക്ക് നഷ്ടമായത്. നാം കണ്ടുമുട്ടുന്നവരിലെല്ലാം നന്മയും മികവും ഉണ്ട്. അപരിചിതരുടെ മുമ്പിൽ അവയെല്ലാം അദൃശ്യമായിരിക്കും. തങ്ങളിലെ മേന്മയും കാണിച്ച് നടക്കുന്നവർ ആരുമുണ്ടാവില്ല. ഒരാളുടെ ആകൃതി നോക്കാതെ പ്രകൃതി നോക്കാൻ പഠിച്ചിരുന്നെങ്കിൽ എത്രയധികം ആത്മബന്ധങ്ങൾ നമ്മുടെ ഇടയിൽ പൂത്തൊലിഞ്ഞേനെ. എല്ലാവരും എന്തിനെങ്കിലുമൊക്കെ അനുയോജ്യരാണ്. മറ്റുള്ളവരുടെ ഉത്കൃഷ്ടത മനസ്സിലാക്കാൻ കഴിയുമ്പോഴാണ് അവരുടെ സ്വഭാവത്തിലെ സൗന്ദര്യം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എപ്പോഴാണ് ആരെയാണ് നമുക്ക് ഉപകാരപ്പെടുക എന്നത് കാലത്തിന് മാത്രമേ തെളിയിക്കാനാവൂ. ആദ്യ കാഴ്ചയിൽ തന്നെ വിധി നിർണയിച്ച് എല്ലാവരെയും ഒഴിവാക്കിയാൽ ആവശ്യഘട്ടങ്ങളിൽ ആരും നമുക്കുണ്ടാകില്ല. സമാന ചിന്തകളും പ്രവൃത്തികളും മാത്രമുള്ളവരെ സ്വന്തം വലയത്തിനുള്ളിൽ സൂക്ഷിച്ചാൽ ജീവിതത്തിന് എന്ത് വൈവിധ്യമാണ് ഉണ്ടാകുക? എല്ലാവരെയും അംഗീകരിക്കുകയും ബഹുമാനിക്കുകയും ചേർത്ത് നിർത്തുകയും സഹജീവികളോടൊത്ത് ശാന്തിയോടെ പുലരുന്നവരിലുമാണ് ശരിയായ ആനന്ദം വന്നണയുന്നതെന്ന് ശ്രീബുദ്ധൻ പറയുന്നു. ഇതല്ലേ സത്യം? താഴ്മയോടെ ഓരോരുത്തൻ മറ്റുള്ളവരെ തന്നേക്കാൾ ശ്രേഷ്ഠർ എന്ന് എണ്ണിക്കൊള്ളുവിനെന്ന് തിരുവചനവും നമ്മെ പഠിപ്പിക്കുന്നു. നമുക്ക് മറ്റുള്ളവരുടെ ആകാരം കണ്ട് വിധി എഴുതാതെ അവരുടെ ആത്മാവ് കാണാനും അവരുടെ അടിസ്ഥാന സ്വഭാവം അറിഞ്ഞ് അവരെ വിലയിരുത്തുവാനും സാധിക്കട്ടെ. എല്ലാവരെയും അംഗീകരിക്കുകയും ബഹുമാനിക്കുകയും അവരെ ചേർത്ത് നിർത്തുകയും ചെയ്യുന്നവർക്ക് നല്ല സുഹൃത്തുക്കളെ കണ്ടെത്താൻ കഴിയും. അതിന് ദൈവം നമുക്ക് വിവേകം തരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ ശുഭചിന്ത നമുക്കിവിടെ അവസാനിപ്പിക്കാം.